നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ലത് ആഗ്രഹിക്കുമ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരും. ഇത് പ്രകൃതിയുടെ നിയമമാണ്. നിങ്ങൾ ജന്മനാ വിജയിയോ പരാജിതനോ അല്ല. ജനിച്ചതു മുതൽ അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതം മുന്നോട്ടു പോകുന്നത്. ചിന്തയ്ക്കും പ്രവൃത്തിക്കും ഇടയിലുള്ള സമയമാണ് മടി. ആ സമയത്തിൻ്റെ ദൈർഘ്യമാണ് നിങ്ങളുടെ ഭാവി നിശ്ചയിക്കുന്നത്. മുൻവിധികൾ വേണ്ട. ഒരിക്കൽ ഇഴഞ്ഞു നീങ്ങിയവർ അവഗണിച്ചവർക്ക് മുകളിലൂടെ ഇന്ന് പറക്കുന്നുണ്ട്. മനോഹരമായ മുഖത്തിന് പ്രായമാകും, തികഞ്ഞ ശരീരം മാറും. എന്നാൽ മനോഹരമായ മനസ്സ് എല്ലായ്പ്പോഴും മനോഹരമായിരിക്കും. മിക്ക കാര്യങ്ങളും പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ഒരിക്കലും നമുക്ക് കഴിയില്ല. ജീവിതവും സമയവും മുന്നോട്ടല്ലാതെ ഒരിക്കലും പിറകിലോട്ട് വരുന്നില്ല. പഴയതുപോലെ ആക്കുവാൻ വേണ്ടി സമയം കളയാതെ പുതിയതുമായി പൊരുത്തപ്പെടുക. നമ്മളെ ഇഷ്ടപ്പെടാത്ത ഒരാൾക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ് നമ്മൾ അവരുടെ മുന്നിൽ സന്തോഷത്തോടെ നിൽക്കുന്നു എന്നത്. നമ്മൾ അവരെ കൊല്ലുന്നതിന് സമമായി അവർക്കത് തോന്നും. കോപം മനുഷ്യൻ്റെ ശത്രുവാണ്. നിന്നെ സ്നേഹിക്കുന്നവരെ പോലും അത് നിന്നിൽ നിന്നും അകറ്റും. എന്നാൽ ക്ഷമ ജീവിതത്തിലെ നല്ല ശീലങ്ങളിൽ ഒന്നാണ്. അത് മനുഷ്യന് ഒരു അലങ്കാരമാണ്. ശത്രുവിനെ പോലും തൻ്റെ സ്നേഹിതനാക്കാൻ ക്ഷമയുള്ളവന് കഴിയും. ചിരിച്ചു നടക്കുന്ന പലരുടെയും ജീവിതം നമ്മൾ വിചാരിക്കുന്ന പോലെ സന്തോഷമുള്ളതായിരിക്കില്ല. ആ ചിരിക്ക് പിന്നിൽ ആരോടും പറയാൻ പറ്റാത്ത ഒരുപാട് സങ്കടങ്ങളുണ്ടാകും. നമ്മൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ കാണിക്കുന്ന ശ്രദ്ധ കുറച്ചെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കാണിച്ചാൽ നമ്മൾ രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. ചില അനുഭവങ്ങൾ ചില സമയത്ത് നമ്മളെ വല്ലാതെ വേദനിപ്പിക്കുമെങ്കിലും ആ വേദന നമുക്ക് നൽകുന്നത് ജീവിതത്തിൽ വലിയൊരു പാഠമായിരിക്കും. ജീവിതം എപ്പോഴും സങ്കീർണമായിരിക്കും. അതിനാൽ കാര്യങ്ങൾ എളുപ്പമായി തീരുന്നതുവരെ നമ്മൾ കാത്തിരിക്കരുത്. എല്ലാം ശരിയായതിനു ശേഷം സന്തോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയെന്ന് വരില്ല. നമ്മുടെ മനസ്സമാധാനത്തിന് വേണ്ടി ചെയ്യുന്ന നല്ല കാര്യങ്ങളുടെ പേരിൽ അഭിപ്രായം തേടേണ്ടതില്ല. നമ്മുടെ ആശയങ്ങൾക്കും വിശ്വാസങ്ങൾക്കും വേണ്ടി നിലകൊള്ളുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിർബന്ധിക്കപ്പെടുമ്പോൾ ആര് തന്നെയായാലും വേണ്ട എന്ന് പറയാനുള്ള അവകാശം നമുക്കുണ്ട്. കുറവുകളിലും അപൂർണതകളിലും വിഷമിക്കേണ്ടതല്ല. ആരും പൂർണ്ണരല്ല. എത്ര ചെറിയ കാര്യമായാലും അതിലേക്ക് ഹൃദയവും മനസ്സും ആത്മാവും അർപ്പിക്കുക. അതാണ് വിജയത്തിൻ്റെ രഹസ്യം. കുടുംബമാണ് സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മൾ പലതും ചെയ്യുന്നത് പോലെ ചിലതൊക്കെ ചെയ്യാതിരുന്നാലും മാത്രമേ കുടുംബ ബന്ധം നിലനിൽക്കുകയുള്ളൂ. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥരാകരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടണമെന്ന് പഠിപ്പിക്കുന്നത്. നിങ്ങളെ പരാജയപ്പെടുത്താൻ ശ്രമിക്കുന്നവർ ഉണ്ടാവും. അവർക്ക് അതിനു വേണ്ടി ശ്രമിക്കാനേ കഴിയൂ. വിജയിക്കണോ പരാജയപ്പെടണോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. അഭിനന്ദനങ്ങളും വിമർശനങ്ങളും സ്വീകരിക്കുക. ഒരു ചെടി വളരാൻ വെയിലും മഴയും ആവശ്യമാണ്. ഇന്നലകളെക്കുറിച്ച് ഓർക്കാതെ നാളെ മികച്ചതാക്കാൻ ഇന്ന് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കൂ. നെഗറ്റീവായിട്ടുള്ള ആളുകളോട് നിങ്ങൾ പ്രതികരിക്കുന്നത് എത്രത്തോളം കുറയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങളുടെ ജീവിതം കൂടുതൽ സമാധാനപരമാകും.